വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 21 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. വഴിയരുകിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനിയൊരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഇതു കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആ അത്തിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയതെങ്ങനെ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഉപയോഗശൂന്യത നാശത്തെ വിളിച്ചു വരുത്തും. യൂസ്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ. ഉപയോഗശൂന്യത നാശത്തെ വിളിച്ചു വരുത്തും എന്നുള്ള യാഥാർത്ഥ്യം യേശുവിന്റെ ജീവിത വീക്ഷണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് എന്ന് വേണം വിചാരിക്കാൻ. ഇതിന്റെ ഒരു സ്ഥിരീകരണം ആണ് ഇന്നത്തെ സുവിശേഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുവിശേഷകൻ നമ്മോടായി പറയുന്നു, യേശു ഒരു യാത്രയിലാണ്. യാത്രാമധ്യേ യേശുവിന് വിശന്നു. വഴിമധ്യേ കഴിക്കുന്നതിനു വേണ്ടിയുള്ള ആഹാരം യേശു കരുതിയിരുന്ന് കാണില്ല. വഴിയിൽ നിന്ന് വാങ്ങാനുള്ള പൈസയും കയ്യിലെ ഉണ്ടാകണം എന്നില്ല. ആ അവസരത്തിലാണ് വഴിയരികിൽ നിൽക്കുന്ന ഒരു അത്തിമരം ശ്രദ്ധയിൽപ്പെടുന്നത്. ആ അത്തിമരത്തിന്റെ അടുത്തേക്ക് യേശു പോകുന്നു, കായ്കളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അത്തിമരത്തിൽ കായ്കളൊന്നുമില്ല, ഇലകൾ മാത്രമേ ഉള്ളൂ. സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നു, ഫലം തരാത്ത ആ അത്തിമരത്തെ യേശു ശപിക്കുന്നതായിട്ട്. ഇവിടെ ചിന്തനീയമായ വിഷയം, എന്തുകൊണ്ടായിരിക്കണം യേശു ആ അത്തിമരത്തെ ശപിക്കാനിടവന്നത്? തനിക്ക് വിശന്ന് ഭക്ഷണം അന്വേഷിച്ച് അത്തിമരത്തിന്റെ അടുത്ത് ചെന്നപ്പോ അവിടെ കായ്ഫലങ്ങൾ കണ്ടില്ല എന്നുള്ളതിൽ അതൃപ്തി തോന്നിയിട്ടോ നീരസപ്പെട്ടിട്ടോ ആയിരിക്കൂ. സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഒരു അത്ഭുതം പോലും യേശു പ്രവർത്തിച്ചതായിട്ട് സുവിശേഷത്തിൽ പരാമർശം നാം കാണുന്നില്ല. എന്നാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് പോലും മറ്റുള്ളവർ വിശപ്പടക്കാൻ വേണ്ടി യേശു പല പ്രാവശ്യം പ്രവർത്തന നിരതമാകുന്ന വിവരണങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ ഇടവരണം, യേശുവിനെ വിശപ്പടക്കാൻ ഭക്ഷണം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ നീരസപ്പെട്ട് ശപിച്ചത് ആകണം എന്നില്ല. എന്നാൽ ആ ശാപത്തിന്റെ ഉദ്ദേശം തന്റെ അനുയായികൾക്ക്, തന്റെ ശിഷ്യന്മാർക്ക് സനാതനമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിത്തമായിട്ട്, ഒരവസരമായിട്ട് യേശു അത് നോക്കിക്കണ്ടു കാണും. എന്തായിരിക്കാം ഈ സനാതന സന്ദേശം? അത്തിമരം ഇല പൊഴിക്കുന്ന ഒരു തരം വൃക്ഷമാണ്. ഇല പൊഴിച്ചു കഴിഞ്ഞ് അതിന്റെ കാലം വരുമ്പോ പുതിയ ഇലകള് നാമ്പെടുത്തു തുടങ്ങും. ഈ പുതിയ ഇലകൾ നാമ്പെടുത്തു തുടങ്ങുന്നതോടുകൂടി തന്നെ അത്തിമരം പുഷ്പിക്കാനും ഇടവരും. ഇലകള് വളർന്ന് അത് പക്വതയിലേക്ക് വരുന്തോറും അത്തിമരത്തിൽ ഫലങ്ങളും കാച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ പക്വമായിട്ട് വളർച്ചയിലേക്ക് ആകുക എന്നുള്ളതാണ് അത്തിമരത്തിന്റെ സ്വഭാവം. ആ അവസരത്തിൽ ആ അത്തിമരത്തിലെ ഇലകൾ മാത്രം തഴച്ചു നിൽക്കുന്നു, എന്നാൽ കാണേണ്ടിയിരുന്ന കായ്ഫലങ്ങള് അതിലില്ല. സ്വാഭാവികമായിട്ട് അത്തിമരത്തിൽ ഉണ്ടാകേണ്ട കായ്ഫലങ്ങള് കാണാതിരുന്നതും, എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു വിധത്തിൽ അവകാശപ്പെടുന്നത് ആയിരിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷത്തിലുമായതുകൊണ്ട് കൂടെ ആയിരിക്കാം ആ അത്തിമരത്തിന് ആ ദുരന്തം സംഭവിക്കാനിടവന്നത്. ഇവിടെ അത്തിമരമല്ല നമ്മുടെ ശ്രദ്ധേയ വിഷയം. ഇവിടെ യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സനാതന തത്വം, വ്യക്തികള് സ്വാഭാവികമായിട്ട് വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും
സ്വാഭാവികമായ രീതിയിൽ തന്നെ വ്യക്തികൾ അവകാശപ്പെടുന്നതും വ്യക്തികളിൽ കാണുന്നില്ലെങ്കിൽ ഈ അത്തിമരത്തിന്റെ ഒരു തലത്തിലേക്ക് ആ മനുഷ്യൻ സ്വയമായിട്ട് നീങ്ങാൻ ഇടവരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ആ അത്തിമരത്തിന് തന്നെ സംഭവിച്ച ദുരന്തത്തിന്റെ കഥ, നാശത്തിന്റെ കഥ ആയിരിക്കും ആ മനുഷ്യനും പങ്കുവെക്കാനുണ്ടാകുക. നേരെ മറിച്ച് അവകാശപ്പെടുന്നത് ആയിരിക്കാനും പ്രതീക്ഷിക്കുന്നത് ആ മനുഷ്യനിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു രീതി സമൂഹം ദർശിക്കാൻ ഇടവരികയാണെങ്കിൽ, സഭ ദർശിക്കാൻ ഇടവരികയാണെങ്കിൽ, ദൈവം അത് ദർശിക്കാൻ ഇടവരികയാണെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം ധന്യമായി. സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നതും അവകാശപ്പെടുന്നതും എന്താണ് ഗുരു ആ അത്തിമരത്തെ ശപിക്കാൻ ഇടവന്നത്? യേശു അതിന് ഉത്തരമെന്ന നിലയിൽ ശിഷ്യന്മാരോടായിട്ട് വ്യക്തമാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ അവകാശപ്പെടുന്നത്, നിങ്ങളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ അത്തിമരത്തിനോട് ഞാൻ ചെയ്തതേക്കാൾ കൂടുതൽ ശക്തി നിങ്ങൾക്കത് പ്രദാനം ചെയ്യും. ഉദാഹരണമായിട്ട്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെടുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് അധരങ്ങൾ കൊണ്ട് പറയാതെ ജീവിതബന്ധിയായിട്ട് ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശാക്തീകരിക്കപ്പെടും. ഞാൻ ഈ അത്തിമരത്തിനോട് ചെയ്തേക്കാൾ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങള് നിങ്ങളിൽ കൂടി പ്രവർത്തിതമാകും എന്നാണ് ശിഷ്യന്മാരോടായിട്ട് യേശു പറയുന്നത്. യേശു തുടർന്ന് പറയുന്നു, എന്ത് ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികളുമാകട്ടെ, ആ ദുർഘടത്വം നിങ്ങളുടെ മുമ്പിൽ അനായാസം അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾക്കായിട്ട് തുറക്കപ്പെടും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഴത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, യാഥാർത്ഥ്യത്തിൽ അത് ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കാത്തത് ഒന്നുമില്ല എന്ന സത്യം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഈ കാര്യത്തെ യേശു ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്, നമ്മൾ ദൈവവിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, നാം ക്രിസ്ത്യാനികളാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, നാം ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതൽ ശക്തരായിട്ട് തീരുന്നതിന്, ശക്തിയുള്ളവരായി തീരുന്നതിന്, അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കാൻ ഇടവരുന്ന വ്യക്തികളായിട്ട് തീരുന്നതിന് ഇടവരും എന്നുള്ള യാഥാർത്ഥ്യം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് വേണം വിചാരിക്കാൻ.